പാകിസ്ഥാന് സൈനിക പിന്തുണ നൽകിയ തുർക്കിക്കും അസർബൈജാനും ഇന്ത്യക്കാരുടെ തിരിച്ചടി. രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികളുടെ ബുക്കിംഗുകൾ പകുതിയും റദ്ദാക്കി. തുർക്കിയിലേക്കുള്ള 22% ബുക്കിംഗും അസർബൈജാനിലേക്കുള്ള 30% ബുക്കിംഗും കഴിഞ്ഞ 6 ദിവസത്തിനിടെ റദ്ദാക്കപ്പെട്ടുവെന്ന് ഈസി മൈ ട്രിപ്പ് സഹസ്ഥാപകൻ നിശാന്ത് പിറ്റെ പറഞ്ഞു. ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ പിന്തുണച്ചത് തുർക്കിയും അസർബൈജാനുമാണ് എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. രണ്ട് രാജ്യങ്ങളിലേക്കും വളരെ അടിയന്തരമായ ആവശ്യങ്ങൾക്കല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് മെയ് 9 യാത്രാ നിയന്ത്രണം വരികയും ചെയ്തതാണ്. ഇതിനുശേഷമാണ് ബുക്കിംഗ് റദ്ദാക്കലുണ്ടായത്. ബഹിഷ്കരണ ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കെ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഓരോ വർഷവും നിരവധി ഇന്ത്യക്കാരാണ് തുർക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ എത്താറുള്ളത്. 2024 അസർബൈജാനിലെത്തിയ 13% ടൂറിസ്റ്റുകൾ ഇന്ത്യക്കാരായിരുന്നു. കഴിഞ്ഞ വർഷം തുർക്കി സന്ദർശിച്ചത് 3.3 ലക്ഷം ഇന്ത്യക്കാരാണ്. പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തുർക്കിയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണമെന്ന് പ്രചരണമുണ്ട്. ചില ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ബുക്കിംഗുകൾ എടുക്കുന്നില്ല എന്നും വാർത്തകളുണ്ട്. എന്നാൽ ഇൻഡിഗോ തുർക്കി വിമാനം റദ്ദാക്കിയിട്ടില്ല. എല്ലാ സർവീസുകളും നിലവിലുള്ള പോലെ തുടരുമെന്നാണ് അവർ അറിയിച്ചത്. അതേസമയം തുർക്കിയിൽ നിന്നുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഉദയ്പൂരിലെ മാർബിൾ പ്രോസസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ മാർബിൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് നിർത്തിവെക്കണമെന്നാണ് ഉദയ്പൂരിലെ മാർബിൾ സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂനെയിലെ വ്യാപാരികളും തുർക്കിക്കെതിരെ രംഗത്തു വന്നു. തുർക്കി ഉൽപ്പന്നങ്ങൾ ദേശീയ തലത്തിൽ ബഹിഷ്കരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തുർക്കി സൈനികർ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. തുർക്കി ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് എന്ന് നേരത്തെ സൈന്യം സൂചിപ്പിച്ചിരുന്നു. അതിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവരിൽ 2 തുർക്കി സൈനികരും ഉണ്ട് എന്ന വാർത്ത വന്നത്. തുർക്കിയുടെ സൈനിക ഉപദേശകർ പാകിസ്ഥാൻ സൈനിക ഓഫീസർമാർക്ക് ഡ്രോൺ ആക്രമണത്തിനു വേണ്ട ഉപദേശങ്ങൾ നൽകിയെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിലുള്ളത്. അതിനിടെ തുർക്കി നൽകിയ സഹായത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് നന്ദി പറഞ്ഞിരുന്നു. പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ നന്ദിയുണ്ട് എന്നായിരുന്നു ഷഹ്ബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചത്. ഇതിനുള്ള മറുപടിയുമായി ഉർദുഗാൻ തിരിച്ചും നന്ദി പറഞ്ഞു. ഷഹ്ബാസിനെ അമൂല്യമായ സഹോദരൻ എന്നാണ് ഉർദുഗാൻ വിശേഷിപ്പിച്ചത്. തുർക്കി പ്രസിഡന്റ് നൽകിയ അതുല്യമായ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു എന്നായിരുന്നു ഷഹ്ബാസിന്റെ എക്സിലെ കുറിപ്പ്. കൂടുതൽ സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥ സൗഹൃദത്തിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്ന് ഉർദുഗാൻ മറുപടിയും നൽകിയിരുന്നു.